ഇന്ന് സോഷ്യൽ മീഡിയ വഴി ഒരുപാട് ആളുകൾ ചീറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. സോഷ്യൽ മീഡിയ നമുക്ക് ഇന്ന് ഒഴിവാക്കാനാവാത്ത ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ സോഷ്യൽ മീഡിയയിൽ നിന്ന് അകന്ന് നിന്ന് ഇന്ന് ആർക്കും ജീവിക്കാൻ സാധിക്കില്ല എന്ന സാഹചര്യത്തിലായതുകൊണ്ട് തന്നെ നാം ഓരോരുത്തരും സോഷ്യൽ മീഡിയ ഏത് രീതിയിൽ ഉപയോഗിക്കണമെന്ന ഒരു അടിസ്ഥാനപരമായ വിവരം പ്രായമായവർക്കായാലും കുട്ടികൾക്കായാലും ഉണ്ടായിരിക്കേണ്ടത് ഇന്നത്തെ സാഹചര്യത്തിൽ വളരെ അത്യാവശ്യമാണ്. ഇന്ന് വാട്സപ്പ്, അതുപോലെ ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം, ടെലഗ്രാം തുടങ്ങിയ സോഷ്യൽ മീഡിയ ഉപയോഗിക്കാത്തവർ ഇല്ല എന്ന് തന്നെ പറയാം. അത്തരം സോഷ്യൽ മീഡിയകൾ ഉപയോഗിക്കുന്ന സമയത്ത് പലപ്പോഴും നാം സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ തുടങ്ങുമെങ്കിലും അതിൻ്റെ സെറ്റിങ്സുകൾ എടുത്തിട്ട് അക്കൗണ്ടുകൾ സേഫാക്കി വെക്കുന്ന സാഹചര്യം ഇന്ന് പലപ്പോഴും കാണുന്നില്ല. പലപ്പോഴും സ്റ്റേഷനിൽ പരാതികളായിട്ട് വരുന്ന ആളുകൾ അവരുടെ അക്കൗണ്ടുകൾ മറ്റുള്ളവർ ഹാക്ക് ചെയ്ത് പോയി എന്ന് പരാതിയായിട്ട് വരാറുണ്ട്. പക്ഷേ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇത്തരത്തിലുള്ള മൾട്ടിനാഷണൽ കമ്പനികൾ ഓരോരുത്തരും വലിയ സെക്യൂരിറ്റിയോട് കൂടിയാണ് ഇത്തരം ആപ്ലിക്കേഷൻസ് പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. പക്ഷേ നമ്മൾ പേഴ്സണലി ഓരോ ആപ്ലിക്കേഷനും ചെന്ന് അതിൻ്റെ നമ്മുടെ സെക്യൂരിറ്റി നാം തന്നെ സെറ്റ് ചെയ്താൽ മാത്രമേ ആ ആപ്ലിക്കേഷൻ നമുക്ക് സെക്യൂർ ആയിട്ട് ഉപയോഗിക്കാൻ സാധിക്കുള്ളൂ. അതുകൊണ്ട് വാട്സപ്പ്, ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം, ടെലഗ്രാം തുടങ്ങിയ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ ഉപയോഗിക്കുന്ന ഓരോരുത്തരും അവരവരുടെ അക്കൗണ്ടുകൾ അതിനകത്ത് സോഷ്യൽ മീഡിയ പ്രൊഫൈൽ ലോക്ക് ചെയ്ത് ഉപയോഗിക്കുക. അതുപോലെ തന്നെ 2 ഫാക്ടർ വെരിഫിക്കേഷൻ എന്ന ഒരു സെറ്റിങ്സ് അതിനകത്തുണ്ട്. ആ രീതിയിൽ 2 തരത്തിൽ നമ്മുടെ ഇമെയിൽ ഐ ഡിയും അതുപോലെ തന്നെ ഒരു 6 അക്ക നമ്പർ ഉപയോഗിച്ചിട്ട് നമുക്ക് ഒരു പാസ്വേഡ് കൊടുത്തിട്ടും ഈ അക്കൗണ്ടുകളെ സൂക്ഷിക്കാൻ സാധിക്കും. ഇത് ചെയ്യാത്ത ആളുകളുടെ അക്കൗണ്ടുകളാണ് ഇത്തരത്തിൽ ഹാക്ക് ചെയ്ത് പോകുന്നത്. രണ്ടാമത് വരുന്നൊരു കാര്യം, സോഷ്യൽ മീഡിയ വഴി നമുക്ക് എന്തെങ്കിലും ഒരു അത്യാവശ്യം വന്നിട്ടുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ചെയ്യുന്ന കാര്യം കസ്റ്റമർ കെയർ നമ്പർ എന്ന് പറഞ്ഞിട്ട് അവർക്ക് ആവശ്യമുള്ള ആ കാര്യത്തിൻ്റെ ഇത് തപ്പി ആളുകളെ ആ കമ്പനിയുടെ ഡീറ്റെയിൽസ് എടുക്കുന്ന ഒരു സംവിധാനം ഇന്ന് വ്യാപകമായിട്ട് ഉപയോഗിച്ച് വരികയാണ്. എന്നാൽ ഇതിലുള്ള കുഴപ്പം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കസ്റ്റമർ കെയർ എന്ന പേരിൽ വ്യാജ ഹാക്കേഴ്സ് ഒരുപാട് കസ്റ്റമർ കെയർ എന്ന് വെച്ചിട്ട് ബാങ്കുകളുടെയും മറ്റ് ധനകാര്യ സ്ഥാപനങ്ങളുടെയും ഒക്കെ പേരിൽ അവരുടേതായിട്ടുള്ള സൈറ്റുകൾ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പലപ്പോഴും നമ്മൾ കസ്റ്റമർ കെയർ ഓഫ് എന്ന് പറഞ്ഞിട്ട് ഏതെങ്കിലും ഒരു കമ്പനിയുടെ പേരടിക്കുമ്പോൾ ഇവരുടെ അക്കൗണ്ടിലേക്കായിരിക്കും അല്ലെങ്കിൽ അവർ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ആ ലിങ്കുകളിലേക്കായിരിക്കും പലപ്പോഴും കയറി പോകുക. അതുകൊണ്ട് നമുക്ക് ഏതെങ്കിലും ഒരു ബാങ്കിൻ്റെയോ അതുപോലെ തന്നെ ഏതെങ്കിലും ഒരു സ്ഥാപനത്തിൻ്റെ ഏതെങ്കിലും കാര്യങ്ങൾ അറിയണമെങ്കിൽ അല്ലെങ്കിൽ അവർക്കൊരു പരാതി കൊടുക്കണമെന്നുണ്ടെങ്കിൽ അവരുടെ ഒറിജിനലായിട്ടുള്ള സൈറ്റിൽ അവരുടെ ആ ബാങ്കിൻ്റെ അല്ലെങ്കിൽ ആ സ്ഥാപനത്തിൻ്റെ പേരടിച്ച് സെർച്ച് ചെയ്തിട്ട് അത് ശരിയായ സൈറ്റാണെന്ന് ബോധ്യപ്പെട്ട ശേഷം മാത്രമേ നാം ആ സൈറ്റിൽ നമ്മുടെ കാര്യങ്ങൾ അപ്ലോഡ് ചെയ്യാൻ പാടുള്ളൂ. മാത്രമല്ല അതിനകത്ത് കോൺടാക്റ്റ് അസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഓൺലൈനായിട്ടുള്ള നമ്പർ, ടോൾ ഫ്രീ നമ്പർ ഉണ്ടാവും. ആ നമ്പർ വഴി കോൺടാക്ട് ചെയ്തിട്ട് മാത്രമേ നമ്മൾ അവരുമായിട്ട് കോൺടാക്ട് ചെയ്യാൻ പാടുള്ളൂ. അടുത്ത ഒരു കാര്യമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫിഷിംഗ് അറ്റാക്കുകൾ ഇന്ന് വ്യാപകമായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ഫിഷിംഗ് അറ്റാക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം, നമ്മൾ മീനെ പിടിക്കുന്ന പോലെ നമ്മൾ ഒത്തിരി ഇരകളിടും. എന്നിട്ട് ഒത്തിരി പേർക്ക് ഒത്തിരി ഇരകളിട്ടിട്ട് ഇരയിൽ ചൂണ്ട കൊത്തുന്ന മീനുകൾ അതിന് ഇരയാവുന്നത് പോലെ ATM നമുക്ക് വരുന്ന ഒരു ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ യുവർ ATM കാർഡ് ഈസ് ബ്ലോക്ക്ഡ്, പ്ലീസ് കോൺടാക്ട് ഓൺ ദ ബിലോ ലിങ്ക് ടു റീആക്ടിവേറ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു മെസ്സേജ് വരും. അങ്ങനെ പലർക്കും വന്നിട്ടുണ്ടാവാം. അത് ഒരു ഫിഷിംഗ് അറ്റാക്കാണ്. അവർ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഒരു ലിങ്ക് വഴി നമ്മുടെ ATM കാർഡ് ബ്ലോക്ക് ആയിട്ടുണ്ട്, അത് റീആക്ടിവേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവർ തന്നിരിക്കുന്ന ലിങ്ക് വഴി നമ്മൾ അവരെ കോൺടാക്ട് ചെയ്യാനാണ് പറയുന്നത്. അത്തരത്തിൽ നമ്മൾ കോൺടാക്ട് ചെയ്യുന്ന സമയത്ത് ഒരു കാരണവശാലും നമ്മൾ ഈ തരത്തിൽ മറ്റുള്ളവർ തന്നിരിക്കുന്ന അല്ലെങ്കിൽ പ്രൈവറ്റായിട്ട് നമുക്ക് അയച്ചു തന്നിരിക്കുന്ന ലിങ്കുകൾ വഴി ഇത്തരത്തിലുള്ള നമ്മുടെ വന്നിട്ടുള്ള പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാനായിട്ട് നമ്മൾ ശ്രമിക്കാൻ പാടില്ല. നമുക്ക് അത്തരത്തിൽ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ, ബാങ്കിങ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ നിയറസ്റ്റ് ആയിട്ടുള്ള നമ്മുടെ ബ്രാഞ്ച് ആയിട്ട് നേരിട്ട് ബന്ധപ്പെടുക. അല്ലാതെ ഒരു കാരണവശാലും മറ്റുള്ളവർ തരുന്ന ഒരു ലിങ്ക് വഴി ഒരു തരത്തിലുള്ള ആക്ടിവിറ്റീസ് നമ്മൾ ഉപയോഗിക്കാൻ പാടില്ല. മറ്റൊരു കാര്യം, ഫേസ്ബുക്ക് ഫ്രണ്ടായിട്ട് ആളുകൾ വന്നിട്ട് ആളുകളെ പറ്റിക്കുന്ന ഒരു പ്രവണത ഇന്ന് ഒരുപാട് പേർക്ക്, ലക്ഷക്കണക്കിന് രൂപ, വയനാട്ടിൽ തന്നെ ഒരുപാട് പേർക്ക് പല കേസുകളുണ്ട്.
അതിനകത്ത് നമ്മൾ കുറച്ച് നാളായിട്ട് 1 മാസം 2 മാസമൊക്കെ അവർ വളരെ സൗഹൃദപരമായിട്ട് നമ്മളോട് പരിചയപ്പെടുന്നു. നമ്മുടെ ഡീറ്റെയിൽസ് അതും ഇതുപോലെ തന്നെയാണ്. ഫേസ്ബുക്കിൽ നമ്മളൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ നമ്മുടെ പ്രൊഫൈലൊന്നും നമ്മൾ ലോക്ക് ചെയ്തിട്ടില്ല. ലോക്ക് ചെയ്യാത്ത പ്രൊഫൈലുകളാണ് ഇവർ കൂടുതലായിട്ടും ഇതര ഇരകളെ ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് സെലക്ട് ചെയ്യുന്നത്. അപ്പം അത്തരത്തിൽ സെലക്ട് ചെയ്യുന്ന ആളുകളെ പരിചയപ്പെട്ടിട്ട് അവരുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് മുഴുവൻ കളക്ട് ചെയ്ത ശേഷം അവർക്ക് ഞാൻ അമേരിക്കയിലോ അല്ല മറ്റേതെങ്കിലും ഒരു സമ്പന്ന രാജ്യത്തിൽ ഉദ്യോഗസ്ഥനാണ്. സ്ത്രീകളോടാണെങ്കിൽ എൻ്റെ ഭാര്യ മരിച്ചു പോയതാണ്, എൻ്റെ ഭാര്യനെ കണ്ടിട്ട് നിങ്ങളെ പോലെ തന്നെയാണ്, അപ്പോൾ അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് ഭയങ്കര അറ്റാച്ച്മെൻറ്റ് തോന്നിയിട്ടുണ്ട്, ഞാനൊരു ഗിഫ്റ്റ് നിങ്ങൾക്ക് അയച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു മെസ്സേജ് തരുന്നു. രണ്ടാമത്തെ ദിവസം നിങ്ങളെ മറ്റൊരു നമ്പറിൽ നിന്ന് വിളിക്കുന്നു. ഞാൻ ബോംബെ എയർപോർട്ടിൽ നിന്നാണ് വിളിക്കുന്നത്, അല്ലെങ്കിൽ ഡൽഹി എയർപോർട്ടിൽ നിന്നാണ് വിളിക്കുന്നത്. നിങ്ങളുടെ പേരിൽ ഒരു കവർ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞ് നിങ്ങൾക്കൊരു ഫോൺ കോൾ വരുന്നു. എന്നിട്ട് നിങ്ങളുടെ പേര് ഒട്ടിച്ച ഒരു പാക്കറ്റിൻ്റെ ഫോട്ടോ നിങ്ങൾക്ക് അയച്ചു തരുന്നു. അപ്പം നിങ്ങൾ അതിന് ഫീസ് അടയ്ക്കണം, അല്ലെങ്കിൽ അതിന് എന്തെങ്കിലും ടാക്സ് അടയ്ക്കണം എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് വരുന്നു. അതിന് നിങ്ങൾ പൈസ അടച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റേ ആളോട് നിങ്ങൾ ചിലപ്പോൾ വെരിഫൈ ചെയ്യും. അപ്പോൾ ഞാൻ അയച്ചിട്ടുണ്ട് എന്ന് അയാൾ പറയുകയും ചെയ്യും. അപ്പോൾ നിങ്ങൾ പറയും ഫ്രണ്ട് അയച്ചതാണല്ലോ എന്ന് ഓർത്ത് നിങ്ങൾ ആ പൈസ അയക്കുന്നു, അതിനുള്ള ഫീസ് അടയ്ക്കുന്നു. തൊട്ടടുത്ത സമയത്ത് തന്നെ അവർ പറയുന്നു അതിനകത്ത് അത് സ്കാൻ ചെയ്തപ്പോൾ അതിനകത്ത് വാല്യുബിൾ ആയിട്ടുള്ള കുറേ ഗോൾഡ് മറ്റു സാധനങ്ങളൊക്കെ അയച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ക്യാഷ് അയച്ചിട്ടുണ്ട്. അത് ഏകദേശം 1 കോടിയോളം അല്ലെങ്കിൽ വലിയ വർത്തുള്ള സംഭവങ്ങളാണ്. അല്ലെങ്കിൽ അതിനകത്ത് ജ്വൽസ് ഉണ്ട്, അല്ലെങ്കിൽ ഡയമണ്ട്സ് ഉണ്ട്. അത് ഇത്ര ലക്ഷം ഇത്ര കോടിയോളം രൂപ വില വരുന്ന സാധനമാണ്. അതിന് നിങ്ങൾ ടാക്സ് അടയ്ക്കണമെന്ന് പല കാരണങ്ങൾ പറഞ്ഞ് പൈസ ചീറ്റ് ചെയ്യുന്നൊരു പ്രവണത ഉണ്ടാകുന്നുണ്ട്. അതുകൊണ്ട് ഒരു കാരണവശാലും അപരിചിതരായ ആളുകൾ, നമ്മൾ പറയും പരിചയം വരുന്നത് എങ്ങനെയാണ്, നമുക്ക് ഈ ഫേസ്ബുക്ക് വഴിയാണ് പരിചയം വന്നിട്ടുള്ളത്. അതുകൊണ്ട് നേരിട്ട് പരിചയമില്ലാത്ത ആരെങ്കിലും അയക്കുന്ന ഗിഫ്റ്റുകൾ വാങ്ങിക്കാതിരിക്കുക. അതിനു വേണ്ടിയിട്ട് യാതൊരു തരത്തിലുള്ള ഒരു ഇതും നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ഒരു എഫർട്ട് ഉണ്ടാകാൻ പാടില്ല. അത്തരത്തിൽ എന്തെങ്കിലും കോൺടാക്റ്റുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ തൊട്ടടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ ഇത്തരത്തിലുള്ള ഗിഫ്റ്റ് അയച്ചിട്ടുള്ള ആളുകളെ പറ്റിയുള്ള വിവരങ്ങൾ നിങ്ങൾ അറിയിക്കേണ്ടതാണ്. മറ്റൊരു കാര്യം, റിമോട്ട് കൺട്രോൾ ആപ്ലിക്കേഷൻസ് വഴി നമ്മൾ കോൺടാക്ട് ചെയ്യാൻ പലപ്പോഴും ശ്രമിക്കാറുണ്ട്. ചില റിമോട്ട് കൺട്രോൾ ആപ്ലിക്കേഷൻസ് ആണ് എനിഡെസ്ക്, ടീം വ്യൂവർ, VNC വ്യൂവർ, സ്പ്ലാഷ് ടോപ്പ് ടു മൈക്രോസോഫ്റ്റ് റിമോട്ട് ഡെസ്ക്ടോപ്പ്, അതുപോലെ ക്രോം റിമോട്ട് ഡെസ്ക്ടോപ്പ് എന്ന് പറയുന്ന സംഭവങ്ങൾ. ഇത്തരത്തിലുള്ള കാര്യങ്ങളുടെ ലിങ്ക് ക്രിയേറ്റ് ചെയ്തുകൊണ്ട് നമുക്കൊരു ലിങ്ക് അയച്ചു തരുന്നു. ആ ലിങ്ക് ക്ലിക്ക് ചെയ്തിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാൻ പറയുന്നു. ആ ലിങ്ക് ക്ലിക്ക് ചെയ്യുന്നതോടെ നിങ്ങളുടെ കൈവശമുള്ള മൊബൈൽ ഫോൺ അല്ലെങ്കിൽ ലാപ്ടോപ്പ് അവരുടെ കൺട്രോളിലാവുന്നു. അവർക്ക് ദൂരെ നിന്നുകൊണ്ട് തന്നെ നിങ്ങളുടെ ലാപ്ടോപ്പിനെ അല്ലെങ്കിൽ നിങ്ങളുടെ ഡിവൈസിനെ കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കും. അതിനുശേഷം നിങ്ങൾ അതിനകത്ത് അടിക്കുന്ന ഓരോ വേർഡുകൾ, അതുപോലെ പാസ്വേഡുകൾ, കാര്യങ്ങളൊക്കെ അവർക്ക് ടെക്സ്റ്റ് രൂപത്തിൽ തന്നെ അവർക്ക് കാണാനായിട്ട് സാധിക്കും. പിന്നീട് മറ്റൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഈ കുട്ടികളെ പറ്റിക്കുന്നൊരു പരിപാടി, നമ്മൾ ഫേസ്ബുക്കിൽ ഒരാളുടെ ഫോട്ടോ കണ്ടു, അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ ഒരു ഫോട്ടോ കണ്ടു, നമ്മൾ നമുക്കൊരു ഫ്രണ്ട് റിക്വസ്റ്റ് തരുന്നു, നമ്മൾ ആളെ ഫ്രണ്ടായിട്ട് സ്വീകരിക്കുന്നു. നമ്മൾ ജസ്റ്റ് ആ ഫോട്ടോ മാത്രം കണ്ടിട്ടാണ് ആളെ നമ്മൾ ഫ്രണ്ടായിട്ട് സ്വീകരിക്കുന്നത്. പലപ്പോഴും വളരെ ആകർഷകമായിട്ടുള്ള, വളരെ ഇതായിട്ടുള്ള പേഴ്സണാലിറ്റി തോന്നുന്ന തരത്തിലുള്ള ഫോട്ടോകളായിരിക്കും അവർ വെച്ചിട്ടുണ്ടാവുക. പലപ്പോഴും അതിന് പിന്നിലുള്ള ആൾ അത്തരത്തിലുള്ള ഒരാളായിരിക്കില്ല. കഴിഞ്ഞ ഒരു ദിവസങ്ങളിൽ നമുക്ക് കണ്ണൂർ ജില്ലയിൽ തന്നെ ഒരു ഇതുണ്ടായിട്ടുണ്ട്. ഒരു സ്ഥലത്ത് കുട്ടി ഇതുപോലെ തന്നെ ഫേസ്ബുക്ക് വഴി പരിചയപ്പെട്ടൊരു ഫ്രണ്ടിനെ കാണാൻ വേണ്ടിയിട്ട് 18 വയസ്സ് പൂർത്തിയായി പിറ്റേ ദിവസം തന്നെ കുട്ടി അവിടുന്ന് തെക്കുള്ള ഒരു ജില്ലയിൽ നിന്ന് ഈ കുട്ടി വടക്കൻ കേരളത്തിലേക്ക് യാത്ര പുറപ്പെട്ടു. വന്നപ്പോൾ കുട്ടീനോട് പറഞ്ഞു റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്ത് നിന്ന് കുറച്ച് മാറി ഒരു ഇൻഡോർ സ്റ്റേഡിയം ഉണ്ട്, ആ സ്റ്റേഡിയത്തിനടുത്തേക്ക് വരാൻ പറഞ്ഞു. കുട്ടി അവിടെ വന്നു. ആളെ കണ്ടപ്പോൾ തന്നെ കുട്ടി ബോധം കെട്ടുപോയി. കാരണം കുട്ടി അതുവരെ കണ്ട് പരിചയപ്പെട്ട് സംസാരിച്ചുകൊണ്ടിരുന്ന ആളെയല്ല, മറ്റൊരു വ്യക്തിത്വമാണ്. അദ്ദേഹത്തെ കണ്ടാൽ തന്നെ ഒരു ഇതായിട്ടുള്ള കുറച്ച് പ്രായമുള്ള, മുമ്പിൽ ഒരു പല്ലൊക്കെ പോയിട്ടുള്ള ഒരു വ്യക്തിയാണ് ഈ കുട്ടീനെ കാണാനായിട്ട് വന്നത്. അപ്പം അവർ ഈ CCTV ഫുട്ടേജുകളൊന്നും പതിയാതിരിക്കാൻ വേണ്ടിയിട്ട് കുട്ടീനെ തന്ത്രപൂർവ്വം റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് മാറ്റി CCTV ഒന്നും ഇല്ലാത്ത മറ്റൊരു സ്ഥലത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയിട്ടാണ് നേരിട്ട് കാണുന്നത്. ആ കുട്ടിയുടെ ഭാഗ്യത്തിന് ടൗണിനടുത്തുള്ള സ്ഥലമായതുകൊണ്ടും മറ്റുള്ളവരുടെ ശ്രദ്ധയിൽപ്പെട്ടതുകൊണ്ടും കൂടുതൽ ആളുകൾ വന്നു. കുട്ടി ഉടനെ പോലീസ് സ്റ്റേഷനിൽ വിവരം അറിയിച്ച് പോലീസുകാർ വന്നു. കുട്ടീൻ്റെ വീട്ടിലെ അറിയിച്ച് കുട്ടിയുടെ പാരൻസിന് കൂടെ കുട്ടീനെ മടക്കി അയക്കുകയാണ് ഉണ്ടായത്. അത്തരത്തിൽ ഒരുപാട് സംഭവം ഉണ്ടാകുന്നതുകൊണ്ട് ഈ സോഷ്യൽ മീഡിയയിൽ നമ്മളെ ഫ്രണ്ട്സായിട്ട് നമ്മളെ പരിചയപ്പെടുന്ന ആളുകൾ പലപ്പോഴും നമ്മൾ ഫോട്ടോയിൽ കാണുന്ന ആളുകൾ ആയിരിക്കില്ല. മാത്രമല്ല ഇന്ന് AI ടൂളുകളെ പറ്റിയിട്ട് ഒരുപാട് പേർക്കറിയാം. അപ്പം ജെമിനി അതുപോലെ തന്നെ ChatGPT പോലത്തെ ഒരുപാട് ടൂളുകളുണ്ട്.
അത് വെച്ചിട്ട് നമുക്കൊരാളുടെ രൂപം മാറ്റാം, നമുക്ക് നമ്മുടെ ഫോട്ടോ ഫേക്കായിട്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ചാറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ സൗണ്ട് പോലും നമുക്ക് മാറ്റി ഉപയോഗിക്കാനായിട്ട് സാധിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് അത്തരത്തിലുള്ള ചതിക്കുഴികളിൽ പെടാതെ സൂക്ഷിക്കാൻ കുട്ടികൾ ഓരോരുത്തരും ശ്രദ്ധിക്കണം. മറ്റ് ഒരു കാര്യം തന്നെ, ബാങ്കിങ് ആപ്ലിക്കേഷൻസ് നമ്മൾ ഉപയോഗിക്കുമ്പോൾ ആ ബാങ്കിങ്ങിൻ്റെ അഡ്രസ്സിൽ HTTPS / ആ അഡ്രസ്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് സെക്യൂർഡ് ആയിട്ടുള്ള സൈറ്റുകളുടെ അഡ്രസ്സിൽ എപ്പോഴും HTTPS എന്ന ഒരു സ്റ്റാർട്ടിംഗ് ആയിരിക്കും ഉണ്ടാവുക. അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. മാത്രമല്ല, നമ്മൾ എവിടെയെങ്കിലും പോകുന്ന സമയത്ത് നമുക്ക് റെയിൽവേ സ്റ്റേഷനിലോ മറ്റൊക്കെ പോകുമ്പോൾ പബ്ലിക് ആയിട്ടുള്ള ഫ്രീ വൈഫൈ കണക്ഷൻസ് നമുക്ക് ലഭിക്കാറുണ്ട്. അത്തരം കണക്ഷൻസ് ഇപ്പോൾ നമ്മൾ ഒരു ഹോട്ടലിൽ റൂം എടുത്തിട്ടുണ്ടെങ്കിൽ ഫ്രീ ആയിട്ട് നമുക്ക് വൈഫൈ കണക്ഷൻസ് ഫ്രീ ആയിട്ട് കിട്ടും. അത്തരം ഫ്രീ ആയിട്ട് പബ്ലിക്കായിട്ട് കിട്ടുന്ന വൈഫൈകൾ ഉപയോഗിക്കുന്ന സമയത്ത് ഒരു കാരണവശാലും നമ്മൾ നമ്മുടെ പ്രൈവറ്റ് ക്രെഡൻഷ്യൽസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ കയറുകയാണെങ്കിലോ അല്ലെങ്കിൽ നമ്മുടെ ബാങ്കിങ് സൈറ്റുകളിലൊന്നും ഒരു കാരണവശാലും ഫ്രീ വൈഫൈ ഉപയോഗിച്ചിട്ട് കയറാൻ പാടില്ല. അത് ഉപയോഗിക്കുന്ന മറ്റ് ഏതെങ്കിലും ഒരു ഇത്തരത്തിലുള്ള മിസ്യൂസ് ചെയ്യുന്ന ആളുകൾ ഒരേ സമയം അത് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് നമ്മുടെ പ്രൈവറ്റ് ആയിട്ടുള്ള വിവരങ്ങൾ കിട്ടുകയും അതുവഴി അവർ ഒന്നുകിൽ നമ്മുടെ സോഷ്യൽ മീഡിയ സൈറ്റുകൾ അവർ ഹാക്ക് ചെയ്തു പോകും, അല്ലെങ്കിൽ നമ്മുടെ അക്കൗണ്ട് അവർ ഹാക്ക് ചെയ്ത് ആ അക്കൗണ്ടിലുള്ള മുഴുവൻ പൈസയും അവർ കൊണ്ടുപോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നുണ്ട്. മാത്രമല്ല, മറ്റൊരു കാര്യം ഉള്ളത്, ഇന്ന് ബാങ്കിങ്ങിൻ്റെ പേരിൽ തന്നെ പലതരത്തിലുള്ള നമുക്ക് നേരത്തെ പറഞ്ഞതുപോലെയുള്ള ഫിഷിംഗ് അറ്റാക്കുകൾ ആയിട്ട് നമുക്ക് ലിങ്കുകൾ വരുന്നുണ്ട്. അതിൽ ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം .apk, നമുക്ക് കിട്ടിയിരിക്കുന്ന ലിങ്ക് പരിശോധിച്ചിട്ട് കാണാം. ആ ഫയൽ നെയിമിൻ്റെ ഏറ്റവും അവസാനം .apk എന്ന ഒരു ലിങ്ക് നിങ്ങൾക്ക് കാണാൻ പറ്റും. അത്തരത്തിലുള്ള കാര്യം ആൻഡ്രോയിഡ് പാക്കറ്റ് കിറ്റ് എന്ന ഒരു ഫയലാണ്. അത് ശരിക്കും ഒരു ആപ്ലിക്കേഷൻ ഫയൽ തന്നെയാണ്. പക്ഷേ അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ ഉടനെ തന്നെ നമ്മുടെ ഫോണിലേക്ക് അത് ഇൻസ്റ്റാൾ ആവുകയും നമ്മുടെ ആപ്ലിക്കേഷനിൽ ഒരിക്കലും അത് കാണുകയും ചെയ്യില്ല. നമ്മൾ ആപ്ലിക്കേഷൻ ലിസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ആപ്ലിക്കേഷൻ നമുക്ക് കാണാൻ പറ്റില്ല. അത് ആപ്ലിക്കേഷൻ ആൻഡ്രോയിഡ് ഫയലുകളുടെ ഇടയിൽ ഹിഡൻ ആയിട്ട് കിടക്കും. നമുക്കത് അതിനെ കണ്ടുപിടിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. വളരെ എക്സ്പെർട്ട് ആയിട്ടുള്ള ആളുകൾക്ക് മാത്രമേ അത് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. അത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ ലിങ്ക് ക്ലിക്ക് ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ തുടർന്ന് നമുക്ക് വരുന്ന മെസ്സേജുകൾ, നമ്മുടെ കോൺടാക്ട് ഡീറ്റെയിൽസ്, കാര്യങ്ങൾ മുഴുവനും ഇത് ലിങ്ക് അയച്ചു തന്ന ആൾക്ക് ലഭിക്കും. അതുകൊണ്ട് അത്തരത്തിൽ കാര്യങ്ങൾ വന്നിട്ട് വീണ്ടും നമുക്ക് ഫോൺ ഫോർമാറ്റ് ചെയ്തിട്ട് മാത്രമേ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുള്ളൂ. അതുപോലെ ഇന്ന് കുട്ടികളുടെ ഇടയിൽ കണ്ടുവരുന്ന മറ്റൊരു കാര്യം, ബാങ്ക് അക്കൗണ്ടുകൾ വിൽക്കുന്ന ഒരു പ്രത്യേകിച്ച് കോളേജ് സ്റ്റുഡൻസിനാണ് ഇത് പറ്റുന്നത്. ഈവൻ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ തന്നെ വയനാട് ജില്ലയിൽ തന്നെയുള്ള ചില ഉദ്യോഗസ്ഥരുടെ മക്കൾ പോലും ഈ കേസുകളിൽ പെട്ടുപോയിട്ടുണ്ട്. അപ്പം അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുട്ടികളെ സമീപിച്ചിട്ട് ചിലർ പറയും, നിങ്ങൾ ഒരു ബാങ്ക് നിങ്ങളുടെ ഫോട്ടോയും 2 ഫോട്ടോയും ഒരു തിരിച്ചറിയൽ കാർഡിൻ്റെ ആധാർ കാർഡിൻ്റെ കോപ്പിയും കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ഒരു അക്കൗണ്ട് എടുത്തു തന്നാൽ നിങ്ങൾക്ക് 5000 രൂപ തരാം, അല്ലെങ്കിൽ 10000 രൂപ തരാമെന്ന് കുട്ടികളെ പ്രലോഭിപ്പിക്കും. വീട്ടുകാരറിയാതെ കിട്ടുന്ന ഈ പൈസ അവർക്ക് ആവശ്യത്തിന് വേണ്ടി ഇഷ്ടാനുസരണം ഉപയോഗിക്കാമെന്ന് കരുതിയിട്ട് അവരതിന് വശമുദ്രാകാറുണ്ട്. അത്തരത്തിൽ അക്കൗണ്ട് എടുത്തു കൊടുക്കുന്ന കുട്ടികൾക്ക് പറ്റുന്ന കുഴപ്പം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ അക്കൗണ്ടുകൾ മറ്റുള്ളവരെ ചീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ആളുകൾ ഉപയോഗിക്കുന്നത്. അത്തരത്തിൽ ചീറ്റ് ചെയ്യപ്പെടുമ്പോൾ ആരുടെ അക്കൗണ്ടിലേക്കാണ് പൈസ വന്നത് എന്ന് നോക്കിയിട്ടാണ് പോലീസ് ഈ അക്കൗണ്ട് ഹോൾഡേഴ്സിനെ പിടിക്കുന്നത്. അപ്പോൾ അക്കൗണ്ട് ഹോൾഡേഴ്സിന് പോലീസിൻ്റെ കയ്യിൽ കിട്ടുന്ന ഡീറ്റെയിൽസിൽ ഈ കുട്ടികളായിരിക്കും അക്കൗണ്ട് എടുത്തിട്ടുണ്ടാവുക. പലപ്പോഴും ഇവർ ഇത്തരത്തിൽ വരുന്ന പൈസകൾ ആ കുട്ടികളെ കൊണ്ട് തന്നെ വിഡ്രോ ചെയ്യിപ്പിക്കുന്നതായിട്ടും അല്ലെങ്കിൽ അവരുടെ പേരിൽ വരുന്ന അവരുടെ പാസ്ബുക്ക്, അതുപോലെ തന്നെ ATM കാർഡെല്ലാം അവർ തന്നെ കളക്ട് ചെയ്യും. അതുപോലെ തന്നെ അതിന് വേണ്ടിയിട്ട് ആ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിനകത്ത് ബാങ്കിൽ കൊടുക്കേണ്ട നമ്പർ പോലും അവർ കൊടുക്കുന്ന നമ്പറായിരിക്കും അവർ വെച്ച് കൊടുത്തിട്ടുണ്ടാവുക. അതുകൊണ്ട് ഈ അക്കൗണ്ട് എടുത്ത കുട്ടികൾക്ക് അവരുടെ അക്കൗണ്ടിൽ എത്ര പൈസ വന്നുവെന്നോ എത്ര പൈസ ചിലവാക്കപ്പെട്ടു വന്നോന്നോ അവർക്കറിയാൻ പറ്റില്ല. കേസ് വരുമ്പോഴാണ് 50 ലക്ഷം, 1 കോടി, 2 കോടി രൂപ അവരുടെ അക്കൗണ്ടിൽ ചില ദിവസങ്ങൾക്കുള്ളിൽ അല്ലെങ്കിൽ ആഴ്ചകൾക്കുള്ളിൽ അതിനകത്ത് വന്നു പോയെന്നും പോലീസ് ഇപ്പോൾ അക്കൗണ്ട് ഫ്രീസ് ചെയ്തിരിക്കുകയാണെന്ന് മനസ്സിലാവുന്നത്. അപ്പോഴേക്കും വളരെ വൈകിപ്പോയിട്ടുണ്ടാവും. അതുകൊണ്ട് ആരും ഒരു കാരണവശാലും ചെറിയ ഒരു പൈസ 2000, 5000, 10000 രൂപ തരുമെന്ന് പറഞ്ഞിട്ട് അല്ലെങ്കിൽ അത്തരത്തിൽ എന്ത് ഓഫർ തന്നിട്ടുണ്ടെങ്കിലും ഒരു കാരണവശാലും നമ്മുടെ പേരിൽ ഒരു ബാങ്ക് അക്കൗണ്ട് എടുത്തിട്ട് മറ്റൊരാൾക്ക് കൊടുക്കാൻ പാടില്ല. അതുപോലെ തന്നെ ഇപ്പം കണ്ടുവരുന്ന മറ്റൊരു പ്രവണത MVI ഫൈൻ. നമുക്കറിയാം, ഓൺലൈനായിട്ട് നമുക്ക് ഫോട്ടോ ഇതെടുത്തിട്ട് ഫൈനായിട്ട് വരുന്നൊരു പരിപാടിയുണ്ട്. ഇതിനകത്തും പലപ്പോഴും ലിങ്ക് അയച്ചു തന്നിട്ട് ഈ ലിങ്ക് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങളുടെ പേരിലുള്ള ഇത്ര രൂപ ഉണ്ട്, 500 രൂപ ഉണ്ടല്ല, 2000 രൂപ നിങ്ങൾക്ക് ഫൈൻ വന്നിട്ടുണ്ട്, ആ ഫൈൻ അടയ്ക്കാൻ വേണ്ടി താഴെ കൊടുത്തിരിക്കുന്ന ലിങ്ക് വഴി
പൈസ അടയ്ക്കാൻ വേണ്ടി പറയും. ഒരു കാരണവശാലും അത്തരത്തിൽ കിട്ടുന്ന ലിങ്കുകൾ വഴി നിങ്ങൾ കയറിയിട്ട് ഫൈൻ അടയ്ക്കാൻ ശ്രമിക്കരുത്. കഴിയുമെങ്കിൽ തൊട്ടടുത്തുള്ള പിന്നെ പോലീസ് സ്റ്റേഷനോ അല്ലെങ്കിൽ മറ്റേ ഈ ഇതുപോലെ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അത്തരത്തിൽ എനിക്ക് ഫൈൻ വന്നിട്ടുണ്ടോ എന്ന് പരിശോധിച്ച് പിന്നെ യഥാർത്ഥ സൈറ്റുകൾ വഴി മാത്രമേ നിങ്ങൾ ബാങ്കിങ് ഇടപാടുകൾ നടത്താൻ പാടുള്ളൂ. അതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ എല്ലാത്തരം പിന്നെ ഫോണായാലും അതുപോലെ തന്നെ മറ്റ് സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ എന്തും നമ്മൾ പാസ്വേഡ് ഉപയോഗിച്ച് പ്രൊട്ടക്റ്റ് ചെയ്തിരിക്കണം നിർബന്ധമായിട്ടും. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പാസ്വേഡ് എല്ലാ അക്കൗണ്ടുകൾക്കും നമ്മുടെ ഫോൺ തുറക്കുന്നതിന് അതുപോലെ തന്നെ നമ്മൾ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ തുറക്കുന്നതിന് അതുപോലെ തന്നെ എന്ത് കാര്യത്തിനും ഒരേ പാസ്വേഡ്. ചിലപ്പം ചിലർ ഉപയോഗിക്കുന്നത് 1 2 3 4 5 അത്തരത്തിലുള്ള വളരെ സിമ്പിളായിട്ടുള്ള പാസ്വേഡുകൾ ഉപയോഗിക്കാൻ പാടില്ല. എല്ലാ അക്കൗണ്ടുകൾക്കും ഒരേ പാസ്വേഡ് ഉപയോഗിക്കാൻ പാടില്ല. പിന്നെ വരുന്നത് ഈ നമ്മുടെ വീട്ടിൽ വൈഫൈ കണക്ഷൻ ഉണ്ടെങ്കിൽ വൈഫൈക്ക് കണക്ഷൻ കൊടുത്തിരിക്കുന്നതും അതുപോലെ തന്നെ വീട്ടിലുള്ള ഓരോ ഡിവൈസിന് കൊടുത്തിരിക്കുന്ന ഒരേ പാസ്വേഡ് കൊടുത്തിട്ടുണ്ടാവും. അത്തരത്തിലുള്ള പിന്നെ പാസ്വേഡിൻ്റെ റിപ്പീറ്റേഷൻസ് നമ്മൾ ഒഴിവാക്കണം. മാത്രമല്ല ഈ ഗസ്റ്റായിട്ടുള്ള അക്കൗണ്ടുകൾ ഓഫ് ചെയ്ത് വെക്കണം. അതുപോലെ നിങ്ങൾ ഉപയോഗിക്കാത്ത സമയത്ത് ഇൻ്റർനെറ്റ് ഫോണിൽ നിന്ന് ഓഫ് ചെയ്തിട്ട് ഉപയോഗിക്കുന്ന അത് ഏറ്റവും സേഫായിട്ട് നിങ്ങൾക്ക് ഈ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ആയിരിക്കാൻ ഏറ്റവും നന്നായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ മക്കൾ